ഹലോ ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IMT ഗാസിയാബാദിനെ കുറിച്ചാണ്. ആൻഡ് വളരെ റെലവെന്റ് ആണ്. വൈ? ബിക്കോസ് ഇപ്പോൾ എല്ലാവരും കാറ്റ് കഴിഞ്ഞു, പലരും സാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, സ്കോർസ് ഓൾമോസ്റ്റ് അറിയാം. സോ ഏതൊക്കെ കോളേജസിന് അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ടൈമിൽ കോളേജിലേക്ക് IMT ഗാസിയാബാദ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇത് വളരെയധികം ലെഗസി ഉള്ള ഒരു കോളേജാണ്, വളരെ മികച്ചൊരു കോളേജാണ്, നല്ല അലുമിനി ബേസ് ഉള്ള ഒരു കോളേജാണ്. ആൻഡ് ഐ മീൻ നമുക്ക് കൂടുതൽ നിർമ്മലിനോട് തന്നെ ചോദിച്ചറിയാം. സോ നിർമ്മലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, താങ്ക്സ് ലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിർമ്മൽ. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീനിലേക്ക് ക്ലാസ്സസ് കിട്ടിയത് ബ്രേക്കിലാണ് നിർമ്മൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മളുടെ GDPA വാറ്റിന് നിർമ്മൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ കൊച്ചിയിലെ ഇവന്റിനും ഒക്കെ നിർമ്മൽ വന്നിട്ടുണ്ടായിരുന്നു. സോ വെരി എക്സൈറ്റഡ് ടു ഹാവ് ലൈക്ക് അവർ പാസ്റ്റ് സ്റ്റുഡൻസ് ഓർ അലുമിനീസ് കമ്മിങ് ബാക്ക് ആൻഡ് ഹെൽപ്പിംഗ് ദി നെക്സ്റ്റ് ജനറേഷൻ, റൈറ്റ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം നിർമ്മൽ. എങ്ങനെയുണ്ട് IMT ഗാസിയാബാദ് ജീവിതം ഇതുവരെ? Thank you. Thanks a lot. Thanks a lot for inviting me for this session. Again, Sailika പറഞ്ഞ പോലെ തന്നെ coming back to Open Grad and giving back to the community, it feels really special to do this. കഴിഞ്ഞ വർഷം എവിടെയിരുന്നോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നു. ഇറ്റ്സ് റിയലി ഫീൽസ് ഗ്രേറ്റ്. ആൻഡ് IMT ഗാസിയാബാദ് ലൈഫ് ഇപ്പോൾ എൻ്റെ സെക്കൻഡ് സെമസ്റ്ററിന്റെ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ സെക്കൻഡ് സെം എക്സാംസ് ആവും. ഓക്കെ. It's been really rewarding, or it's been really different from what I did earlier. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മനസ്സിലായി. അതിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ നിർമ്മൽ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. സോ IMT ഗാസിയാബാദിൽ ദർ ആർ ലൈക്ക് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്. അപ്പോൾ അതിനകത്തുള്ള വളരെ സോൾഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, IMT ഗാസിയാബാദിന്റെ DCP പ്രോഗ്രാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ DCP പ്രോഗ്രാം എന്താണ്, ഹൗ ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ദി അതർ പ്രോഗ്രാം, എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് IMT ഗാസിയാബാദ്, ഇതിനെ കുറിച്ചൊരു ഓവർവ്യൂ തരാമോ? ഓക്കെ, ഷുവർ. IMT ഗാസിയാബാദിൽ ഇപ്പോൾ ഉള്ളത് IMT DCP പ്രോഗ്രാം ഉണ്ട്, പിന്നെ ഫുൾ ടൈം ഗാസിയാബാദിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. IMT DCP പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ അത് IMT ഗാസിയാബാദിന്റെ ഡ്യുവൽ കൺട്രി പ്രോഗ്രാം ആണ്. IMT ഗാസിയാബാദിന് IMT ദുബായ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ക്യാമ്പസ് ദുബായിലെ ദുബായ് ഇന്റർനാഷണൽ അക്കാഡമിക് സിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഈ ദുബായ് ഇന്റർനാഷണൽ അക്കാഡമിക് സിറ്റി ഓർ DAAC is a region that's solely for academic institutions like മണിപ്പാൽ, ബിസ്പിലാനി, അമിറ്റി, അങ്ങനെ കുറച്ചധികം കോളേജുകളും യൂണിവേഴ്സിറ്റീസും ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ കോളേജസ് മാത്രമേ. അപ്പോൾ അതാണ് DCP പ്രോഗ്രാം. നമുക്കിവിടെ DCP പ്രോഗ്രാമിന്റെ ബാച്ച് സൈസ് ഈ ഇയർ 208 ആണ്. ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് 160. ആൻഡ് ദിസ് ഇയർ ഓൾസോ ദ ഇൻടേക്ക് വുഡ് ബി അറൌണ്ട് 200. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് ദ അതർ കോഴ്സസ് ഇൻ IMT ഗാസിയാബാദ്, നമുക്ക് FM ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അവരുടെ ഇൻടേക്ക് 60 ആണ്. BFS ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ്, അതിന്റെ ഇൻടേക്ക് 120 ആണ്. പിന്നെ PGDM മാർക്കറ്റിംഗ് ഉണ്ട്, PGDM കോർ ഉണ്ട്. PGDM മാർക്കറ്റിംഗ് ടേക്സ് 180 ഫോർ ദം, ആൻഡ് കോറിലും 180 തന്നെയാണ്. കോറിലുള്ളവർക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും അവർക്ക് മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, HR ഓർ ഫൈനാൻസിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫുൾ ടൈം 2 ഇയർ പ്രോഗ്രാംസ്. മൊത്തത്തിൽ അപ്പം 5 ഫുൾ ടൈം 2 ഇയർ MBA പ്രോഗ്രാംസ് ഉണ്ട്. ഇതിനകത്ത് ഒരു സ്റ്റുഡന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം? ഐ മീൻ ഏതൊക്കെയാണ് ഒരു സ്റ്റുഡന്റ് മുകളിൽ വെക്കേണ്ടത്? അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഫിനാൻസിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഷുഡ് ഐ ഗോ ഫോർ എ കോർ പ്രോഗ്രാം ഓർ ഷുഡ് ഐ ഗോ ഫോർ എ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം? സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസും ഇതും ഒരുമിച്ച് അംബ്രല പ്ലേസ്മെന്റ്സ് ആണോ നടക്കുന്നുള്ളത്? സോ ആദ്യം ആ ഒരു കോർ പ്രോഗ്രാം DCP പ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കണമെന്നുണ്ട്. സോ ഫസ്റ്റ് ലെറ്റ്സ് focus on the 4 programs which are happening in Ghaziabad campus itself. So അതിൽ എന്തായിരിക്കണം ഒരു സ്റ്റുഡന്റിന്റെ പ്രയോറിറ്റീസ്, എന്തായിരിക്കണം, എങ്ങനെയുണ്ട്, ഐ മീൻ ഹൗ ആർ ദി പ്രോഗ്രാം പെർഫോമിങ്? എല്ലാ പ്രോഗ്രാംസും ഒരേപോലെ തന്നെയാണ് ഏകദേശം. ഒന്നിനേക്കാളും മെച്ചം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാ പിന്നെ പ്ലേസ്മെന്റ്സ് ആണെങ്കിലും അംബ്രല്ല പ്ലേസ്മെന്റ്സ് ആണ്. ഓക്കെ. ഈവൻ പിന്നെ ചില ഹയറിംഗിന് വരുന്നവർ അവരുടെ റോൾ അനുസരിച്ച് ചില കോഴ്സുകളിലുള്ളവരെ കൂടുതൽ പ്രിഫർ ചെയ്യും. ഫൈനാൻസ് ആണെങ്കിൽ BFS, ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ്, ഓർ പിന്നെ കോറിൽ തന്നെ ഫൈനാൻസ് ചൂസ് ചെയ്തവരെ ആയിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഫോംസ് ഫില്ല് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പ്രിഫറൻസ് നമുക്ക് വേണ്ട പോലെ, നമുക്ക് ഏത് സ്പെഷ്യലൈസേഷൻ ആണ് വേണ്ടത് എന്ന പോലെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫില്ല് ചെയ്തത് കോറും മാർക്കറ്റിംഗും DCP ആയിരുന്നു. കാരണം ഞാൻ മാർക്കറ്റിംഗ് ഓറിയന്റഡ് ആയിരുന്നു എന്റെ ഇൻട്രസ്റ്റ്. അങ്ങനെയാണ്. ഇതില് എനിക്ക് ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ പൊതുവെ IMT ഗാസിയാബാദ്, ഇപ്പൊ IMT ഗാസിയാബാദ് ഒരു 30 ഇയേഴ്സിന് മുകളിൽ ലെഗസി ഉണ്ടല്ലേ? ഒരു 25-30 ഇയേഴ്സ്. 1980s സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്, ഓൾമോസ്റ്റ് ലൈക്ക് 40 റേഞ്ചിൽ 40-45 ഇയേഴ്സ് ഓഫ് ലെഗസി ഉണ്ട്. അതായത് ഇറ്റ്സ് മോർ ദാൻ ലൈക്ക് ലക്നോ, ഇൻഡോർ, കോഴിക്കോടിനേക്കാളും ഒക്കെ ലെഗസി ഉള്ള കോളേജാണ്.
ആൻഡ് ഒരുപാട് അലുമിനീസും ഒരുപാട് മാർക്കറ്റിംഗിലൊക്കെ ആണെങ്കിൽ ദിസ് വാസ് നോൺ ഫോർ മാർക്കറ്റിംഗ് റൈറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. അതെ അതെ. ഇപ്പൊ at this point, Mica is known as the Mecca of marketing, but few years ago, IMT Ghaziabad was broadly known as the നോൺ ആസ് ദി മക്ക Mecca ഓഫ് of marketing. മാർക്കറ്റിംഗ്. അതെ, അങ്ങനെ ഒരു ക്ലിയർ ഇൻക്ലിനേഷൻ ഉണ്ടോ? ഐ മീൻ വെൻ ഇറ്റ് കംസ് ടു മാർക്കറ്റിംഗ് പൊതുവെ ഫ്രഷേഴ്സിനാണ് കുറച്ചുകൂടെ സ്ട്രോങ് ഹോൾഡ് ഉള്ളത്. അപ്പം ഇത് കൂടുതലായിട്ട് ഫ്രഷേഴ്സ് അപ്ലൈ ചെയ്താലേ കാര്യമുള്ളൂ, അങ്ങനെ നിർബന്ധം തോന്നുന്നുണ്ടോ? സീൻ ദി പ്ലേസ്മെന്റ്, സീൻ ദി ബാച്ച് പ്രൊഫൈൽ. അങ്ങനെയില്ല, നമുക്ക് ഫ്രഷേഴ്സും വർക്കേഴ്സും ഉള്ളവരും ഏകദേശം നല്ലൊരു ഹെൽത്തി പെർസെന്റേജിൽ റേഷ്യോയിലുണ്ട്. ഓക്കെ. പിന്നെ മാർക്കറ്റിങ്ങിന് തന്നെയാണ് കൂടുതൽ ഇൻക്ലിനേഷൻ, കാരണം 180 മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം വരുന്നുണ്ട്. പിന്നെ കോറിലുള്ള 180ലും ഒരു മേജർ ചങ്ക് വിൽ മൂവ് ടു മാർക്കറ്റിംഗ് ഇറ്റ്സെൽഫ്. സോ IMT ഈസ് ഓൾവേസ് ബീൻ നോൺ ഫോർ മാർക്കറ്റിംഗ്, ആൻഡ് ഇപ്പോഴും മാർക്കറ്റിംഗിന് തന്നെയാണ് IMT സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അതർ കോഴ്സസ് ആർ ഇൻഫീരിയർ, ദോസ് ആർ ഓൾസോ സ്ട്രോങ്, ബട്ട് സ്റ്റിൽ മാർക്കറ്റിംഗ് ഡസ് ഹാവ് ആൻ അപ്പർ. മനസ്സിലായി, ഗോട്ട് ഇറ്റ്. ഇനി ഗാസിയാബാദിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ക്യാമ്പസിനെ കുറിച്ച്, എങ്ങനെയായിരുന്നു ആ ക്യാമ്പസിൽ പോയിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ്, ആദ്യത്തെ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ, ഇൻ ടേംസ് ഓഫ് ക്യാമ്പസ്, ഇൻ ടേംസ് ഓഫ് ഫെസിലിറ്റീസ്, ഹോസ്റ്റൽസ്, ഫുഡൊക്കെ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ലൈക്ക് ഫ്രം ഗാസിയാബാദ്, ദുബായിയുടെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, ലൈക്ക് ജസ്റ്റ് അബൌട്ട് ഗാസിയാബാദ്. ഞാൻ എന്റെ ഫസ്റ്റ് സെം ഫുൾ സ്പെൻഡ് ചെയ്തത് ഗാസിയാബാദിലാണ്. സോ ഐ ക്യാൻ ഗിവ് എ ക്ലിയർ പിക്ചർ ഓഫ് ഗാസിയാബാദ് ഓൾസോ. ഗാസിയാബാദ് ക്യാമ്പസ് ഒരുപാട് വലിയൊരു ക്യാമ്പസ് അല്ല, ഒരു മോഡറേറ്റ്ലി സൈസ് ക്യാമ്പസ് ആണ്. It's in Delhi NCR itself, Ghaziabad. It's 1 hour 10 minutes drive from Indira Gandhi International Airport, Delhi. And Ghaziabad എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. പുറത്താണെങ്കിലും it's not the best of the areas to have an educational institution, but still it's a good place. പിന്നെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. അക്കാഡമിക് ബിൽഡിംഗ്സ് എല്ലാം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ആൻഡ് ദ ബിൽഡിംഗ്സ് ആർ ഓൾസോ എസ്തെറ്റിക്കലി വെരി പ്ലീസിങ്. അത് ഇമേജസ് ഒക്കെ നോക്കിയാലും മനസ്സിലാവും. നമുക്ക് കുറച്ച് ബിൽഡിങ്സ് റെഡ് ബ്രിക്സ് ആണ്, കുറച്ച് ബിൽഡിങ്സ് കുറച്ചുകൂടി കണ്ടംപററി ആർക്കിടെക്ചർ ഉള്ളതുണ്ട്. പിന്നെ ഹോസ്റ്റൽ ബ്ലോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഗേൾസിന്റെ ഫുൾ ഹോസ്റ്റൽസും മെയിൻ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ്. ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ഫുൾ ഗേൾസ് മെയിൻ ക്യാമ്പസിൽ തന്നെയാണ്. പക്ഷേ ബോയ്സിന്റെ കാര്യം വരുമ്പോൾ സെക്കൻഡ് ഇയർ ബോയ്സ് ഫുള്ള് മെയിൻ ക്യാമ്പസിലാണ്, ആൻഡ് DCP സ്റ്റുഡൻസും മെയിൻ ക്യാമ്പസിൽ തന്നെയാണ്. പക്ഷേ വളരെ കുറച്ച് സ്റ്റുഡൻസ് ഒഴിച്ചാൽ ബാക്കിയുള്ള male students of full-time courses in Ghaziabad, they stay in a hostel that's a bit away from the main campus. It's known as a CDL. Okay. Center for Distance Learning എന്നാണ്. അവിടെയാണ് ബാക്കിയുള്ള ഹോസ്റ്റൽസും അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസിന്റെ ഒക്കെ പ്രോഗ്രാം ഓഫീസ് അവിടെയാണ്. മനസ്സിലായി. അപ്പോൾ there are shuttle buses running. ഒരു ഹാഫ് ആൻ അവർ ഇന്റർവെല്ലില് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷട്ടിൽ ബസ്സസ് ഉണ്ടാവും ക്ലാസ് ഉള്ള സമയത്ത്. ഇത് രാത്രി മോർണിംഗ് 4:30 വരെ ഈ ബസ്സസ് ഓപ്പറേഷനിലാണ്. 1 hour ഗ്യാപ്പ് ആവും രാത്രി ആവുമ്പോഴത്തേക്കും. അപ്പോ if you are joining for a core program or marketing or BFS or FM as a male student, you will be most probably staying in the CDL campus. In the first year? In the first year. Second year you will move to the main campus. CDL ക്യാമ്പസിലാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ലോൺ ടെന്നീസ്. അതെ, അവിടെ ഫുള്ളി ഫ്ലെജ്ഡ് ആണ് അവിടെ. പക്ഷെ ലൈഫ് ആക്ച്വലി ഉള്ളത് മെയിൻ ക്യാമ്പസിലാണ്. ദാറ്റ് ഇസ് സംതിങ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും, കാരണം എല്ലാ ഇവന്റ്സ് പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത് മെയിൻ ക്യാമ്പസിലാണ്. CDL is just a place where you go to sleep. അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പോർട്സ് കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ മെയിൻ ക്യാമ്പസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മെസ്സിലെ ഫുഡ് യു ഗെറ്റ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മടുക്കും. എങ്കിലും ഫ്രം വാട്ട് ഐ ഹേർഡ് ഫ്രം ഓൾ ഓഫ് മൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് ബെറ്റർ ദാൻ ദ ഹോസ്റ്റൽ ഫുഡ് യു ഗെറ്റ് ഫ്രം അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതായത് ബേസിക്കലി മിക്കവാറും നല്ല ബി സ്കൂൾസിലൊക്കെ പോകുമ്പോൾ ഉള്ളതാണ് ഫുഡ്, ലാർജർ അസോർട്ട്മെന്റ്സ് ആയിരിക്കും. അതായത് ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ബട്ട് ഒൺലി തിങ് ഈസ് ലൈക്ക് കമ്മിങ് ഫ്രം സൗത്ത്, കമ്മിങ് ഫ്രം കേരള, കുറച്ച് കഴിയുമ്പോഴത്തേക്കും മടുക്കും എന്നുള്ള ഒരു സംഭവം. നമുക്ക് പ്രത്യേകിച്ച് അതൊരു മടുപ്പായിരിക്കും, കാരണം കൂടുതലും വെജിറ്റേറിയൻ ആണ്. നോൺ വെജ് വീക്ക്ലി വൺസ് ഓർ ട്വൈസ്. പിന്നെ ആലു, ബേങ്കൻ, അങ്ങനെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് സംഭവങ്ങളാണ്. അത് നമ്മൾ കുറച്ചാൾ കഴിയുമ്പോൾ മടുക്കും. പക്ഷെ we have a cafe called Arcus Cafe inside our campus. It's operational from like 9 AM to 4:30 AM in the morning. Okay. So fully live ആണ് ക്യാമ്പസിൽ. ബേസിക്കലി റെസ്ട്രിക്ഷൻ വൈസ് കർഫ്യൂ അങ്ങനെ കർഫ്യൂ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ 11 വരെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ക്യാമ്പസിന്റെ പുറത്ത് പോവാം, അതോ ഹോസ്റ്റലിന്റെ പുറത്ത് പോവാം? ക്യാമ്പസിന്റെ പുറത്ത് പോകും. ഹോസ്റ്റൽ ക്യാമ്പസ് അങ്ങനെ റെസ്ട്രിക്ഷനേ ഇല്ല. നമുക്ക് ഹോസ്റ്റലിന്റെ പുറത്ത് എപ്പോ വേണേലും പോകാം. ക്യാമ്പസിന്റെ ഉള്ളിൽ ഫുൾ ഫ്രീ ആണ്. ഈവൻ CDL നിന്ന് മെയിൻ ക്യാമ്പസിലേക്ക് വരാനാണെങ്കിലും
4:30-ക്കാണ് ലാസ്റ്റ് ബസ്. അതിനുള്ളിൽ 4:30 എപ്പോഴെങ്കിലും വരെ ഷട്ടിൽ ഉണ്ട്. ഓക്കെ ഷട്ടിലുണ്ട്. ഓക്കെ നമ്മുടെ ക്യാമ്പസിന്റെ പുറത്തേക്ക് പോകാനാണെങ്കിൽ 11 PM കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് പെർമിഷൻസ് വേണം. അത് ഓക്കെ വെരി ഫെയർ വെരി ഫെയർ. ഐ മീൻ അത് ഞാൻ കർഫ്യൂ ആയിട്ട് ചോദിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ അങ്ങനത്തെ ഒരു ഇല്ല ഇല്ല റെസ്ട്രിക്ഷൻ ഇല്ല, ഇല്ലല്ലോ ഒന്ന്. ഹോസ്റ്റലിൽ ഒരു കർഫ്യൂ ഇല്ല, ഓക്കെ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. യു ക്യാൻ ഗെറ്റ് ഔട്ട് എനി ടൈം, ഇൻ ദ സെൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലായി. ആർക്കസ് കഫേ ഉണ്ട്, ഒരു നെസ്കഫേയുടെ ഒരു സ്റ്റോർ ഉണ്ട്, അവിടെ കോഫി, സാൻഡ്വിച്ചസ്, ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും. ഓക്കെ അപ്പോൾ ആൻഡ് ദ മാനേജ്മെന്റ് ക്യാമ്പസ് ഇസ് പൊതുവെ ലൈവ്. സപ്പോർട്ടീവ് ആണോ? മാനേജ്മെന്റ് പൊതുവെ അത്ര അത്യാവശ്യം ലിബറൽ ആണോ? ആക്ച്വലി സ്പീക്കിംഗ് കുറച്ച് സ്ട്രിക്റ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ ഈവൻ ഒരു 2-3 years ago or 2 years ago, IMT വാസ് സ്പെഷ്യലി നോൺ ഫോർ പാർട്ടി. ഒരു ഓക്കെ പാർട്ടി കൾച്ചർ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഫുൾ ടൈം പാർട്ടി, എല്ലായിടത്തും പാർട്ടി അങ്ങനെയായിരുന്നു. ഇപ്പൊ അത് കുറച്ച് കട്ട് ഡൗൺ ആയി വരുന്നുണ്ട്, എങ്കിലും ഇറ്റ്സ് മോസ്റ്റ്ലി ലിബറൽ, ചില്ലാണ്. മനസ്സിലായി. നമുക്ക് പാർട്ടി കണ്ടപ്പോൾ പാർട്ടി, അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. കോട്ടെ പിന്നെ എല്ലാ പരിപാടികളൊക്കെ നടക്കും. നല്ല നല്ല ലൈവാണ് ക്യാമ്പസ്. നമ്മളങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. എപ്പോഴും കോട്ടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. എസ്പെഷ്യലി ഡ്യൂറിങ് ദ പാസ്റ്റ് 1-2 months, every day you will have one event or the other that is hosted by some club or the other committee. ഓക്കെ It's always live, and രാവിലെ ഒരു 4-5 മണി വരെ people will be roaming around, having fun or studying in So some it's like a area. very typical B school thing, like you can chill, Yeah, you can yeah, of have fun, course. you can study, you will be doing everything. അതെ അതെ അതെ. ഈ സ്റ്റുഡന്റ് It's ക്ലബ്സ് your ആൻഡ് choice. കമ്മിറ്റീസ് അല്ലെങ്കിൽ ഫെസ്റ്റ് അങ്ങനെയുള്ളത് എങ്ങനെയാണ്? ലൈവ് ആണോ? ആക്ടിവിറ്റീസ് ക്ലബ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? So speaking about IMT, clubs and committees are the soul of IMT. കോട്ടെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ക്ലബ്സ് ആൻഡ് കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടാണ്. ഈവൻ ഇറ്റ്സ് എ സ്റ്റുഡന്റ് റൺ ക്യാമ്പസ് ബേസിക്കലി. IMT ഗാസിബാദ് ക്യാമ്പസ് ഇസ് എ സ്റ്റുഡന്റ് റൺ ക്യാമ്പസ്. യാ ഇപ്പോൾ സ്റ്റുഡന്റ് കൗൺസിൽ ഉണ്ട്, ഐ എം പാർട്ട് ഓഫ് ദ സ്റ്റുഡന്റ് കൗൺസിൽ. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്മിന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മളാണ് സ്റ്റുഡൻസിന്റെ ഇന്റർഫേസ്. സോ ബേസിക്കലി സ്റ്റുഡൻസിന്റെ എവറിത്തിങ് ഇടയ്ക്ക് ഫ്രം മെസ് കമ്മിറ്റി, സ്പോർട്സ്, ബാക്കിയുള്ളത് യാ എല്ലാം എക്സാക്ട്ലി പ്ലേസ്മെന്റ്സ് എക്സാക്ട്ലി എല്ലാം നിങ്ങൾ തന്നെയാണ് എല്ലാം നോക്കുന്നത്? അക്കാഡമിക് കമ്മിറ്റി, പ്ലേസ്മെന്റ്സ് എല്ലാം സ്റ്റുഡൻസ് തന്നെയാണ്. ഇപ്പോൾ സ്റ്റുഡൻസിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ അതാത് കമ്മിറ്റിയിലുള്ള ആൾക്കാരുമായിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത്. നമുക്ക് നേരെ അഡ്മിന്റെ അടുത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. കോട്ടെ സോ എവറിത്തിങ് ഇസ് സ്റ്റുഡന്റ് റൺ. ആൻഡ് നമ്മുടെ ലേണിംഗ്സും IMT-ന്ന് കിട്ടുന്ന ലേണിംഗ്സും നമ്മൾ ഏത് ക്ലബിലാണ്, കമ്മിറ്റിയിലാണ്, ഈവൻ ഇഫ് യു ആർ നോട്ട് പാർട്ട് ഓഫ് എനി ക്ലബ് ഓർ കമ്മിറ്റി, വാട്ട് എവർ യു ചൂസ് ടു ഡു ഇൻ IMT വിൽ ഡിസൈഡ് ഹൗ യുവർ എക്സ്പീരിയൻസ് ഇൻ IMT വുഡ് ബി. ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് കൗൺസിലാണ്. ഇപ്പോൾ മൈ എക്സ്പീരിയൻസ് ഇൻ IMT വിൽ ബി വെരി വെരി ഡിഫറെന്റ് ഫ്രം എനി അതർ ക്ലബ് ഓർ കമ്മിറ്റി. യാ അത് ഓരോ ക്ലബിനെ കമ്മിറ്റിക്ക് അവരുടേതായ ഒരു വർക്കിംഗ് പ്രൊസീജിയർ ഉണ്ടാവും, അവരുടെ ഡെഫിനറ്റ്ലി ഒരു കൾച്ചർ അവരുടെ ഒരു ഉണ്ടാവും. കൾച്ചർ ഉണ്ടാവും, മൊത്തത്തിലൊരു അതെ അതെ വർക്കിംഗ് കൾച്ചർ ഉണ്ടാവും, പാർട്ടി കൾച്ചർ ഉണ്ടാവും, എല്ലാം ഓരോ അതെ ക്ലബിനും അതെ. ഡിഫറെന്റ് ആയിരിക്കും. യാ ഇനി ഇത് ഫീമെയിൽ ഐ മീൻ ടു മെയിൽ റേഷ്യോ, ഐ മീൻ ജെൻഡർ ഡൈവേഴ്സിറ്റി വൈസ് എങ്ങനെയുണ്ട് ക്യാമ്പസ്? ഐ മീൻ മൊത്തത്തില്. So we have a very good male to female ratio in IMT Ghaziabad. It's 65-35 ആണ് ഇപ്പോഴത്തെ ഓക്കെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ. പിന്നെ ടു ആസ് എൻ ഇൻസെന്റീവ് ടു ഫീമെയിൽസ് ഹു ആർ ജോയിനിങ് ഇൻ IMT, ഇവിടെ റെഗുലർ ഫീസിന്റെ 75% ആണ് ഫീമെയിൽസിന് പേ ചെയ്യേണ്ടി വരുന്നത്. ഓ 25% ഓക്കെ റിഡക്ഷൻ. ഓക്കെ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ Yeah. And coming to DCP batch, the gender ratio is male to female 75-25. Even that's good. I mean, considering it's DCP program, you'll have to go abroad. So usually ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഒക്കെ എടുത്താലും കുറെ പെൺകുട്ടികൾ പോവാതിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ DCP-യിൽ 25% ഇസ് എ ഗുഡ് റേഷ്യോ ഐ തിങ്ക്. ഐ മീൻ Yeah. അതെ. ആൻഡ് അത് കൂടിയതാണെന്ന് തോന്നുന്നു അല്ലേ കഴിഞ്ഞ 1-2 വർഷം വെച്ച് നോക്കുമ്പോൾ? ഇറ്റ്സ് ബീൻ ഇംപ്രൂവിംഗ് ഇറ്റ്സ് ഇയർ ഓൺ ബീൻ ഇയർ, അത് ഇംപ്രൂവിംഗ്. ഇംപ്രൂവ് ചെയ്താണ് വരുന്നത്. അതെ. ഓക്കെ ഗ്രേറ്റ്. ഇനി നമുക്ക് DCP-യിലോട്ട് കുറച്ച് അങ്ങോട്ട് പോവാം. സോ നിർമ്മൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അവരുടെ DCP ഡ്യുവൽ കൺട്രി പ്രോഗ്രാമിലോട്ടാണ്. സോ ഡ്യുവൽ കൺട്രി പ്രോഗ്രാം എടുക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഡയലമാസ് അല്ലെങ്കിൽ ആൻസൈറ്റീസ് എന്തൊക്കെയായിരുന്നു? ആൻഡ് ഇപ്പോ എന്ത് തോന്നുന്നു DCP എടുത്തതിൽ? DCP എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ഇതൊരു ഒബ്വിയസ്ലി വി നോ ഇറ്റ്സ് അറ്റ് സം പോയിന്റ് ഇതൊരു ക്യാഷ് ഫ്ലോ പ്രോഗ്രാം പോലെയാണ്. ബിക്കോസ് ഇറ്റ്സ് എത്രയാണ് നോർമൽ ഫീസ്? കോഴ്സ്. എങ്ങനെയാണ് നോർമൽ പ്രോഗ്രാം വേഴ്സസ് ഇത് എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്? ഫുൾ ടൈം ഗാസിബാദ് പ്രോഗ്രാം ആണെങ്കിൽ ഇറ്റ്സ് സംവെയർ അറൌണ്ട് 22, ആൻഡ് ഫോർ DCP ഇറ്റ്സ് അറൌണ്ട് 30, ഇൻക്ലൂഡിംഗ് ഹോസ്റ്റൽസ് ആണോ അതോ ഇൻക്ലൂഡിംഗ് ഫുഡും ആണോ? ഇൻക്ലൂഡിംഗ് എവറിഥിങ്, ഇൻക്ലൂഡിംഗ് ഹോസ്റ്റൽസ്, മെസ്, ഓ എവറിഥിങ്, ഓക്കെ ഓൾ ഓക്കെ കവർ. 22 യാ ഇതിന്റെ അകത്ത് എക്സ്ട്രാ നമുക്ക് വരുന്നത് ആകെ ഫ്രം ഗാസിബാദ് ടു ദുബായ് ടിക്കറ്റ്സ് നമ്മൾ കവർ ചെയ്യണം. ഇറ്റ് ഓക്കെ. കോസ്റ്റഡ് മീ അറൌണ്ട് 16,000. ദുബായ് ഐ മീൻ പിന്നെ യാ നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ഡൽഹി ടു കേരള പോകുന്നതിനേക്കാളും ചീപ്പ് ആയിരിക്കും ചിലപ്പോൾ അതെ ദുബായിൽ പോകുന്നത്. യാ അല്ല ഇത് കോർ പ്രോഗ്രാം എന്നല്ലേ പറഞ്ഞത്? അവിടുത്തെ ഓൺ ക്യാമ്പസ് 2 ഇയർ ഗാസിയാബാദ് പ്രോഗ്രാംസ് ആണ് 22 lakhs പറഞ്ഞത്. അതെ അതെ. യാ നൗ വെൻ ഇറ്റ് കംസ് ടു DCP DCP ഇറ്റ്സ് 30 lakhs. ഇറ്റ്സ് 30 lakhs. ഓക്കെ ഫൈൻ. 8 lakhs ഡിഫറൻസ് ഉണ്ട്.
ഈ 8 ലാക്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ DCP കുറിച്ചൊന്ന് പറയാം, ഇനി എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ നടക്കുന്നത്? ഓക്കെ, ഫോർ സ്പീക്കിംഗ് അബൌട്ട് DCP, നമുക്ക് മൊത്തം 6 സെംസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സെം നമ്മൾ ഗാസിയാബാദിൽ ചെയ്യും. പിന്നെയുള്ള 3 സെംസ്, ദാറ്റ്സ് അറൌണ്ട് 1 ഇയർ, നമ്മൾ ദുബായിലെ IMT ദുബായ് ക്യാമ്പസിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ പിന്നെ ദെൻ വി ഗോ ബാക്ക് ടു IMT ഗാസിയാബാദ് ടു ഡു അവർ ലാസ്റ്റ് 2 സെംസ് ഓക്കെ ഓർ ദെയർ. ഓക്കെ പിന്നെ പ്ലേസ്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വി ഹാവ് ദ ഓപ്ഷൻ ടു ചൂസ് പ്ലേസ്മെന്റ്സ് ഈദർ ഇൻ ഗാസിയാബാദ് ഓർ ഇൻ ദുബായ്. ഓക്കെ Last year, out of 160 students, almost 20 students chose placements in Dubai, ഓക്കെ and the rest chose placements in Ghaziabad. ഈ ഓക്കെ ഇയറും നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഏതെങ്കിലും ഓർഡിനെ ചൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരെണ്ണം ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെടുത്താണ് ചൂസ് ചെയ്യേണ്ടത്? ഇസ് ദർ എ സെപ്പറേറ്റ് പ്ലേസ്മെന്റ് കമ്മിറ്റി ഓർ ഇറ്റ്സ് എൻ അംബ്രല പ്ലേസ്മെന്റ് ഹാൻഡിൽ ബൈ പ്ലേസ്മെന്റ് കമ്മിറ്റി അറ്റ് IMT ഗാസിയാബാദ്? We have separate placement committees for both Ghaziabad and Dubai. ഓക്കെ പക്ഷെ ഇവര് തമ്മിലൊരു ഇന്റർലിങ്കിങ് ആയിട്ട് ഇവരും ഒരു കോർഡിനേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ നമുക്ക് ടുവേർഡ്സ് എനിക്ക് തോന്നുന്നു 2025 ഒരു മിഡിലോട് എത്തുമ്പോഴത്തേക്കും എനിക്ക് ചൂസ് ചെയ്യേണ്ടി വരും. എനിക്ക് ദുബായിൽ പ്ലേസ്മെന്റ്സിന് ഇരിക്കണോ അല്ലെങ്കിൽ ഗാസിയാബാദിൽ പ്ലേസ്മെന്റ്സിന് ഇരിക്കണോ. ഗോട്ട് ഇറ്റ്. ഗാസിയാബാദിൽ ഇരിക്കുവാണെങ്കിൽ വിൽ ബി ടുഗദർ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റെസ്റ്റ് ഓഫ് ഇൻ ദി ഗാസിയാബാദ്. സ്റ്റുഡൻസ് അതൊരു അംബ്രല അംബ്രല ആയിരിക്കും. പ്ലേസ്മെന്റ് ആണ്. യാ അതെ. അവിടെയും ഒരു സെഗ്രിഗേഷൻ ഉള്ളതായിട്ട് ഇപ്പൊ കേൾക്കുന്നില്ല. യാ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 100 കമ്പനീസ് വരുവാണെങ്കിൽ അതിന്റെ അകത്ത് ഒരു 90 കമ്പനീസും DCP കാരെയും വിളിക്കും. വിളിക്കും. യാ ആൻഡ് ഇതാണ് ഈവൻ മൈ ഞാനും സീനിയേഴ്സ്. കേട്ടിട്ടുള്ളത്. അതായത് ഇപ്പം കഴിഞ്ഞ വർഷം DCP അവിടെ 2-3 വർഷം മുന്നേ ചെയ്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴും ഇറ്റ് വാസ് ലൈക്ക് അംബ്രല പ്ലേസ്മെന്റ്സിൽ കോർ പ്രോഗ്രാമിന്റെ അതേ ഓപ്പർച്യൂണിറ്റീസ് DCPയും കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാനും കേട്ടത്. യാ അതെ നൗ അതെ, ഇഫ് യു ആർ അങ്ങനെ ചൂസിംഗ് തന്നെയാണ്. ഫോർ ദുബായ്, വാട്ട്സ് എ പ്രൊസീജിയർ ലൈക്ക്? ദുബായിലാണെങ്കിലും പ്രൊസീജിയറിൽ വലിയ ഡിഫറൻസ് ഇല്ല. വിൽ ചൂസ് ദുബായ് ആൻഡ് ദെൻ വിൽ ഗോ ബാക്ക് ടു ഗാസിയാബാദ് ഫോർ അവർ ലാസ്റ്റ് 2 ടേംസ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ആ ദുബായിൽ ടുവേർഡ്സ് നിങ്ങൾ തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പ്ലേസ്മെന്റ് കഴിയോ? നിങ്ങൾ ഇനി ദുബായ് ആണ് ചൂസ് ഇല്ല ചെയ്യുന്നത്? ഇല്ല ഇല്ല, ഇവിടെ ഇല്ല, വന്നിട്ട് യു വിൽ ബി അപ്ലൈങ് ഫോർ ദുബായ് കമ്പനീസ്. ഇവിടെ വന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരേണ്ടി വരും പ്ലേസ്മെന്റ്സിന് ഇരിക്കാൻ വേണ്ടി. ഓ ഓക്കെ ഓക്കെ ഗോട്ട് ഇറ്റ്. യാ ബട്ട് ദെൻ നമ്മളിപ്പോ കോമ്പീറ്റ് ചെയ്യുന്നത് മാക്സിമം ഇപ്പോ എന്റെ ഇയറിൽ ഞങ്ങൾ 200 പേരാണ് എന്റെ ബാച്ചിലുള്ളത്. അപ്പൊ അതിന്റെ ഐ ഗസ് 30-40 പീപ്പിൾ മാക്സ് ടു മാക്സ് വിൽ ബി ഓപ്റ്റിംഗ് ഫോർ ദുബായ് പ്ലേസ്മെന്റ്സ്. അപ്പൊ ആ ഒരു പൂളിന്റെ അടുത്തായിരിക്കും നമ്മുടെ കോമ്പറ്റീഷൻ. ഗോട്ട് ഇറ്റ്. But at the same time, when you are going back to Ghaziabad, you will be competing with like 500 plus students out there. മനസ്സിലായി. സോ അവിടെ ഒരു ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ദുബായ് ബേസ്ഡ് അലൂമിനീസിനൊക്കെ ടാപ്പ് ചെയ്താൽ തന്നെ ഐ തിങ്ക് ഈ പ്ലേസ്മെന്റ്സ് കുറച്ച് സ്മൂത്ത് ആയിട്ട് പോകേണ്ടതാണല്ലേ, ദുബായ് ആണെങ്കിലും? Placements are good over here. It's not ഭയങ്കര ഗ്രേറ്റ് എന്ന് പറയാൻ പറ്റില്ല, but still it's good placements. ഗോട്ട് ഇറ്റ് ഗോട്ട് ഇറ്റ്. ഇനി ദുബായിൽ നിങ്ങളുടെ അക്കോമഡേഷൻ എങ്ങനെയാണ്? അവിടെയും ഇതേപോലെ കംപ്ലീറ്റ് ഓൺ ക്യാമ്പസ് പ്രോഗ്രാം തന്നെയാണോ? പിന്നെ വാട്ട് യു ഹാവ് ടോൾഡ് ഈസ് വെരി എക്സൈറ്റിംഗ്. ഐ മീൻ ഈ ബിറ്റ്സിന്റെയും അമിറ്റിയുടെയും എല്ലാവരുടെയും ക്യാമ്പസ് ഉള്ള ഒരു കോമൺ ഏരിയ എന്ന് പറയുമ്പോൾ ഐ മീൻ ഇമാജിൻ ദി കൈൻഡ് ഓഫ് ക്രൗഡ്. ഐ മീൻ എല്ലാം സ്റ്റുഡന്റ് ക്രൗഡ് ആയിരിക്കും. സോ വേറെ ഒരു ആംബിയൻസ് ആയിരിക്കും മൊത്തത്തിൽ. പക്ഷേ ദെൻ അഗെയിൻ ഈ സെയിം ഗാസിയാബാദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പസ്, അവിടുത്തെ റെസ്ട്രിക്ഷൻസ്, അല്ലെങ്കിൽ പുറത്തു പോകാൻ പറ്റുന്നത്, ഫുഡ് മുതലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോസ്റ്റല് മുതലായ കാര്യങ്ങളൊന്ന് പറയാമോ? ഓക്കെ, ഷുവർ. ഗാസിയാബാദ് ക്യാമ്പസിനെ ദുബായിലെ ക്യാമ്പസിനെ പറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമുക്ക് മനസ്സിലേക്ക് വരേണ്ട ഫുഡാണ്. കാരണം ഇവിടുത്തെ ഫുഡ് ഇസ് മച്ച് 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 ബെറ്റർ ദാൻ ദ ഫുഡ് വി ഗെറ്റ് ഇൻ ഗാസിയാബാദ്. സ്റ്റാർട്ടിങ് ഫ്രം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഓൾ ദ മെന്യൂസ് ആർ ബുഫേ. എല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം സാലഡ്സ്. എല്ലാം നല്ല ഫുഡാണ് പൊതുവെ. പിന്നെ അതിന്റെ ക്വാളിറ്റി ആണെങ്കിലും ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ബെറ്റർ ഇൻ ദുബായ്. അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ദേ ഹാവ് നോംസ് ടു ഫോളോ. Frequent inspections ഉണ്ട് from the government authorities, so they follow that very strictly, and the food quality is better, hygiene is better, everything is much better. And ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു എനർജി ലെവൽ ആണെങ്കിലും it will get better, especially for us coming from the south. നമുക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള ഫുഡ് ഇവിടെ കിട്ടും. രാവിലെ ആണെങ്കിൽ കേരള പൊറോട്ട ഉണ്ട് മിക്കവാറും എല്ലാ ദിവസവും. ദോശ, ഇഡ്ഡലി, പിന്നെ all the other kind of stuff you can imagine. It's good over there. Food scene ഇവിടെ much better ആണ്. നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല. You get what you pay for. And then speaking about the hostels, it's more or less the same as Ghaziabad. നമ്മുടെ ഒരു ഫുൾ ക്യാമ്പസ് ഉണ്ട്, അതിനുള്ളിൽ തന്നെ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളുണ്ട്, അക്കാഡമിക് ബിൽഡിംഗ് ഉണ്ട്. പിന്നെ റെസ്ട്രിക്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ there are no restrictions. You can go out whenever you want to. It's an open campus. It's an open campus. Okay. ഒരു ഗേറ്റ് പോലും ഇല്ല. No guards on gates. You can go out and come back. Okay. And the area the college is in, like I've said before, it's known as the Dubai International Academic City. It's a huge area. And ഈ കോളേജുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊന്നും തൊട്ടടുത്തല്ല, ഇത് ഭയങ്കര വലിയൊരു ഏരിയ ആണ്. Beautiful area. And the colleges are like
വാക്കബിൾ ഡിസ്റ്റൻസിൽ എല്ലാ കോളേജുകളും ഉണ്ട്. ഉം. ആൻഡ് അമ്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജിൽ ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, വോളിബോൾ കോർട്ടുണ്ട്, ബാഡ്മിന്റൺ, ഔട്ട്ഡോർ ആണ്. യാ ദെൻ യു ഹാവ് എ മിഡിൽ ലോൺ പോലത്തെ ഒരു ഏരിയ ഉണ്ട് ക്യാമ്പസിന് ഓക്കെ നടുക്കായിട്ട്. അവിടെ ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ബട്ട് ഇറ്റ്സ് നോട്ട് യുവർ ഫുൾ സൈസ് ഫുട്ബോൾ ഗ്രൗണ്ട്. മനസ്സിലായി. ബട്ട് ഇഫ് യു വോണ്ട് ടു പ്ലേ ഫുട്ബോൾ, ഡയാക് റീജിയന് എല്ലാ കോളേജുകൾക്കും വേണ്ടി ഒരു ഫുട്ബോൾ ടർഫ് ഉണ്ട്, അവിടെ പോയി കളിക്കാം. യു ജസ്റ്റ് ഹാവ് ഓക്കെ. ടു ബുക്ക് ഇറ്റ് പ്രയർ. സോ ബേസിക്കലി എല്ലാ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും ടേക്കൺ കെയർ ആണ്. മൊത്തത്തിൽ ഒരു വളരെ അതെ ചില്ലായിട്ട് അതെ അതെ നമുക്ക് പോയിട്ട് 1 ഇയർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതെ അതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വേറെ ഒരു എക്സ്ട്രാ തലവേദനയില്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, ആൻഡ് യുവർ എക്സ്പെൻസസ് അതർ ദാൻ ദിസ് വുഡ് ബി ബേസ്ഡ് ഓൺ ഹൗ യു ഗോ ഔട്ട്, ഹൗ മച്ച് യു ഗോ ഔട്ട് ആൻഡ് ഹൗ യാ മച്ച് യു സ്പെൻഡ്. അത് നമ്മളുടെ പിന്നെ തന്നെ ലൈഫ് ദുബായിലേക്ക് സ്റ്റൈൽ വരുമ്പോൾ അനുസരിച്ചിരിക്കുമല്ലോ. അതെ ദുബായിലേക്ക് വരുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇത്തിരി മോശമാണ്. ഇപ്പൊ നമുക്കൊരു ബസ്സിൽ കയറി ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒരു ക്യാബിൽ 20 മിനിറ്റ്സിൽ എത്തുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇറ്റ് മൈ ടേക്ക് 1.5 hours ഗോട്ട് ഇറ്റ്. ബസ്സിൽ പോവാണെങ്കിൽ. ബട്ട് ബസ് ഇസ് വെരി ചീപ്പ്. ക്യാബ് ഇസ് കൈൻഡ് ഓഫ് ഓൺ ദ എക്സ്പെൻസീവ് സൈഡ്. പക്ഷെ നിങ്ങൾക്ക് ഒരു 3-4 പേര് ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ സ്പ്ലിറ്റ് ആയി പോകുമ്പോഴത്തേക്ക് ഒരു നോർമൽ കോസ്റ്റ് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലേക്ക്. മനസ്സിലായി. പിന്നെ ദുബായുടേതായിട്ട് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഈവന്റ്സ്, ഫെസ്റ്റുകള്, അല്ലെങ്കിൽ യാ എക്സ്പോകളുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്തി നമുക്ക് കണ്ടുപിടിച്ച് പോകാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. യു വിൽ ഗോട്ട് ഗെറ്റ് ഇറ്റ്. മോർ ടൈം ടു എക്സ്പ്ലോർ തിങ്സ് ഔട്ട് ഓഫ് യുവർ അക്കാഡമിക്സ് വെൻ യു ആർ ഇൻ ദുബായ്. ഗോട്ട് ഇറ്റ്. ഗോട്ട് ഇറ്റ്. ഇനി എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, IMT കുറിച്ച് പറയുമ്പോൾ പലരും പറഞ്ഞിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ഫാക്കൽറ്റീസ് ആർ ഗുഡ്, അല്ലെങ്കിൽ പഴയ വെറ്ററൻസ് ഒരുപാട് ആൾക്കാർ ഫാക്കൽറ്റീസ് ആയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സേ മാർക്കറ്റിങ്ങിലൊക്കെ എസ്പെഷ്യലി കുറേ ഇപ്പം ഇൻസൈഡ് IIMന്റെ ഒക്കെ ബെസ്റ്റ് ഫാക്കൽറ്റി അവാർഡൊക്കെ കിട്ടുന്ന ചില ആൾക്കാർ IMT ഗാസിയാബാദ് കാണാറുണ്ട്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ആക്സസിബിൾ ആണോ? ഇവർ ദുബായിലാണോ? ദുബായിൽ എങ്ങനെയാണ് ഫാക്കൽറ്റീസ് ശരിക്കും? ദുബായിൽ ഫാക്കൽറ്റീസ് അവിടെ വേറെ ഫാക്കൽറ്റീസ് തന്നെയാണോ, അതോ IMTയുടെ ഫാക്കൽറ്റീസ് ആണോ, അതോ ഗസ്റ്റ് ലെക്ചേഴ്സ് ആണോ? എങ്ങനെയാണ്, എന്തൊരു മിക്സ് എങ്ങനെയാണ് രണ്ട് ഓക്കെ, സ്ഥലത്തും, അതായത് ഫോർ ഫാക്കൽറ്റീസിനെ ബോത്ത് ദി ഓക്കെ പ്രോഗ്രാംസ്? യാ ഫാക്കൽറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ ഗാസിബാദില് as you know the batch size is huge. അപ്പൊ നമുക്കൊരു 500-600, ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ ഒരു 700 അടുത്ത് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ വി യാ ഹാഡ് 12 സെക്ഷൻസ്. ആൻഡ് ഓക്കെ. ഇപ്പോ 2 സെക്ഷനിൽ ഒരു പ്രൊഫസർ ആയിരിക്കും. ബാക്കി ഒരു ഒരേ സബ്ജക്ട് ഒരു 2-3 പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഗോട്ട് ഇറ്റ്. ആൻഡ് all the professors are good professors, but it's upon your luck if you will get the best professor. ഗോട്ട് അപ്പൊ ഇറ്റ്. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ വേറൊരു തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ബെറ്റർ ഫാക്കൽറ്റിയെ പ്രൊഫസർ കിട്ടാം. ആയിരിക്കാം, യാ ഫാക്കൽറ്റിനെ കിട്ടാം, സെയിം സബ്ജക്ട്. യാ ബട്ട് നമുക്കതിലൊന്നും ചെയ്യാനില്ല. അതെ. ആൻഡ് ദ പ്രൊഫസേഴ്സ് ഓർ ദർ ആർ ഗുഡ്, നല്ല പ്രൊഫസേഴ്സ് ഉണ്ട്. പിന്നെ ആക്സസിബിലിറ്റി, ഓൾ ദ പ്രൊഫസേഴ്സ് ആർ വെരി മച്ച് ഓപ്പൺ ടു എനി ഓഫ് യുവർ ക്വയറീസ്. നമുക്കിപ്പോൾ ഒരു കേസ് കോമിന്റെ ഡൗട്ട് ചോദിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തരം ഡൗട്ട് ചോദിക്കാനാണെങ്കിലും സപ്പോർട്ടിനാണെങ്കിലും ഓൾ ദ പ്രൊഫസേഴ്സ് ആർ വെരി മച്ച് അവൈലബിൾ. എപ്പോൾ യാ വേണമെങ്കിലും ചെല്ലാൻ അവരും ഹാപ്പിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. ഗോട്ട് ഇപ്പൊ ഇറ്റ്. കേസ് കോംസിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് പേര് കേസ് കോംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, വിൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം പ്രൊഫസേഴ്സിന്റെ മെന്റർഷിപ്പോട് കൂടി തന്നെയാണ്. അവരും അതിന് വളരെ ഹാപ്പിയാണ്, സ്റ്റുഡൻസും അപ്രോച്ച് ചെയ്യാൻ വളരെ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ആൻഡ് കമ്മിങ് ടു ദുബായ്, ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് സീൻ. നമുക്ക് പെർമനന്റ് ഫാക്കൽറ്റീസ് ആയിട്ട് ആരുമില്ല. ഓൾ ദ ഫാക്കൽറ്റീസ് ആർ വിസിറ്റിംഗ് ഫാക്കൽറ്റീസ്. ഓ ഓക്കെ. ഇവിടെ പെർമനന്റ് ആയിട്ട് ഒരു ഫാക്കൽറ്റി പോലും ഇല്ല. ഓക്കെ. ആൻഡ് നമുക്ക് ദുബായിലുള്ളതും ഗാസിബാദിലുള്ളതും കോമൺ ആയിട്ട് വളരെ കുറച്ച് ഫാക്കൽറ്റീസ് മാത്രമേ കോമൺ ആയിട്ട്. ഓക്കെ. ആൻഡ് ഇതൊരു നല്ല വിസിറ്റ് കാര്യമാണോ അതോ ഒരു മോശം കാര്യമാണോ? അതായത് ഗസ്റ്റ് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ആൾക്കാരാണ് വന്ന് പഠിപ്പിക്കാറുള്ളത് പൊതുവെ? എവിടെ നിന്നാണ് വന്ന് പഠിപ്പിക്കാറുള്ളത്? ഓക്കെ, സ്പീക്കിംഗ് അബൌട്ട് ദ ഫാക്കൽറ്റി ഇൻ ദുബായ് ആർ റിയലി ഗുഡ്. ഇൻ ദ സെൻസ് അവർ കൂടുതലും കുറച്ചും കൂടി ഇപ്പോൾ IMT ഗാസിബാദിലുള്ള പ്രൊഫസേഴ്സ് നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യു മൈറ്റ് നോട്ട് ഗെറ്റ് ദ ബെസ്റ്റ് പ്രൊഫസർ ഓർ ദർ. പക്ഷെ ഇവിടെ വരുന്ന ബാച്ച് സൈസ് പ്രൊഫസർ കുറവായതുകൊണ്ട്. എല്ലാ യാ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും അവർ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. ഗോട്ട് ഇറ്റ്. ആൻഡ് ഇവിടുത്തെ പ്രൊഫസേഴ്സ് ആർ റിയലി ഗ്രേറ്റ്. ഇപ്പൊ നമുക്ക് ലാബ് പഠിപ്പിക്കാൻ വന്നത് തേവര കൊച്ചി എന്നുള്ള ഒരു സാറായിരുന്നു, സെബാസ്റ്റ്യൻ തരകൻ എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയാണ് IIM കോഴിക്കോട്, പിന്നെ IIT മണ്ടി. അദ്ദേഹം ഇങ്ങനെ ഒരു ഇയറിൽ പല സ്ഥലത്ത് പോയി പഠിപ്പിക്കുന്ന വിസിറ്റിംഗ് പ്രൊഫസറാണ്. ഗോട്ട് ഇറ്റ്. ആൻഡ് ഹിസ് പെഡഗോജി ഈസ് റിയലി ഗ്രേറ്റ്. ഓക്കെ. ലാബില് അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളൊന്നും നമ്മൾ മറക്കില്ല. അതുപോലെ നല്ലൊരു പ്രൊഫസറാണ്. ഗോട്ട് ഇറ്റ്. പിന്നെ അതുപോലെ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കാൻ ഓരോ സ്ഥലത്തുണ്ട്. ഇപ്പൊ UK എന്ന് പറയുന്ന പ്രൊഫസേഴ്സ് ഉണ്ട്, ഒമാനി എന്ന് പറയുന്ന പ്രൊഫസേഴ്സ് ഉണ്ട്. ആൻഡ് ദേ ആർ കുറച്ചുകൂടെ ഒരു ടീച്ചിങ് പെഡഗോജീസ്. ഇന്റർനാഷണൽ ഒരു അതെ. യാ ഗോട്ട് ഇറ്റ്. And they are mostly people who have practical experience. They have industry experience ഉള്ള ആൾക്കാരാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. മനസ്സിലായി. അപ്പോൾ more than what they have in the textbooks, they try to teach us more about the industry and what will come to use in a practical scenario.
അപ്പൊ അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഈവൻ ദ ടീച്ചിങ് പെഡഗോജി ഈസ് മച്ച് ഡിഫറെന്റ് ദാൻ വാട്ട് യു സീൻ ഇൻ ഗാസിയാബാദ് ഓർ എനിവെയർ എൽസ്. അപ്പൊ അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവര് വരുന്നതാണെങ്കിലും ദേ കം ടീച്ച് ഫോർ 2 weeks ആൻഡ് ദെൻ ലീവ്. ആൻഡ് ദെൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഒരു ഓൺലൈൻ സെഷൻസ് ഉണ്ടാവും. ആൻഡ് ദെൻ ദേ മൈറ്റ് ബി കമ്മിങ് ആഫ്റ്റർ ലൈക്ക് 2-3 weeks കഴിയുമ്പോൾ അവർ തിരിച്ചു വരും ടു ടേക്ക് ദ റെസ്റ്റ് ഓഫ് ദ സെഷൻസ്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പോ ഓൺ എ വീക്ക് യു മൈറ്റ് ഹാവ് ഓൺലി 2 or 3 subjects at a time. ഓക്കെ ഓക്കെ. അതായത് ഇറ്റ്സ് ലൈക്ക് ഡിസ്ട്രിക്ട് ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ 3 മാസം 6 മാസം നിങ്ങളുടെ കൂടെ നിൽക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് അവർ അറ്റ് എ ടൈം ഒരു സബ്ജക്ട്, അതായത് 5-6 സബ്ജക്ട് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പകരം ദർ വിൽ ബി ലൈക്ക് 2-3 സബ്ജക്ട്സ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ ലൈക്ക് 1 month or 2 weeks, അങ്ങനത്തെ ഒരു രീതിയിൽ അല്ലേ? അതെ അതെ അതെ. പിന്നെ നമുക്കപ്പോ ഒരു ഡൗട്ട് ഉണ്ടാവുന്നത് ഈ പ്രൊഫസേഴ്സിന് ഒരു ബാച്ച് കണക്ട് ഉണ്ടാവുമോ, ഇവര് പോയി വരുന്നു. പക്ഷെ അങ്ങനെയില്ല. നമുക്ക് ഇവിടെ വന്ന പ്രൊഫസേഴ്സ് എല്ലാവരും ദേ ആർ എക്സെപ്ഷണൽ ഇൻ മിംഗ്ലിംഗ് വിത്ത് സ്റ്റുഡൻസ്. അവർക്ക് എല്ലാവരുടെ പേരെടുത്ത് അറിയാം. ബാച്ച് സൈസും കുറവായതുകൊണ്ട് അവര് സ്റ്റുഡൻസുമായിട്ട് നല്ല രീതിയിൽ ഇവോൾവ് ആവുന്നുണ്ട്, സ്റ്റുഡൻസായിട്ട് നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. ആൻഡ് ദേ നോ us റിയലി വെൽ. അതും എനിക്ക് ഒരു നല്ല ഫാക്ടർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ ബെറ്റർ ദാൻ ഗാസിയാബാദ്. ദേ പുട്ട് ഇൻ എക്സ്ട്രാ എഫേർട്സ് ടു കണക്ട് വിത്ത് സ്റ്റുഡൻസ്. മനസ്സിലായി. ഗ്രേറ്റ്. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ, ഹൂ ഷുഡ് അപ്ലൈ ഫോർ IMT ഗാസിയാബാദ്? ഇപ്പം ഇത്ര ഇന്ന രീതിയിൽ വർക്ക് എക്സ് ഉള്ള ആൾക്കാരെ അപ്ലൈ ചെയ്യേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇതുണ്ടോ? ആൻഡ് കാറ്റ് ആൻഡ് സാറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതിൽ ഒരു എത്ര പെർസെൻറ്റേജിലുള്ള ഒരു, അതായത് വേഴ്സ്റ്റ് കേസിൽ എത്ര പെർസെൻറ്റേജ് വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഗിവ് ഇറ്റ് എ ഷോട്ട്, അല്ലെങ്കിൽ ഒരു ലക്കിന് എങ്കിലും കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തരാം. എഗെയിൻ കാണുന്നവരോട് ഇത് ഇപ്പം നിർമ്മൽ പറയുന്ന നിർമ്മലിൻ്റെ ഒരു എക്സ്പീരിയൻസിലായിരിക്കും. ഞാനും പലരും ചോദിക്കുമ്പോൾ ബി സ്കൂൾസിൽ ഇത് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസസ് വെച്ചിട്ടായിരിക്കും. ഒറിജിനൽ ഡാറ്റ മൈറ്റ് ബി ഡിഫറെൻറ്റ്, ബട്ട് ദെൻ എഗെയിൻ നിർമ്മലിൻ്റെ ഒരു എസ്റ്റിമേഷൻ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഡേറ്റ, ഈവൻ ദ എക്സ്പീരിയൻസസ് ആണെങ്കിലും ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള IMT ഗാസിയാബാദ് ആവില്ല വേറൊരു ആള് കണ്ടിട്ടുള്ള IMT ഗാസിയാബാദ്. കാരണം ദ ഓപ്പർച്യൂണിറ്റീസ് വി ട്രൈ ടു റീപ്പ് ഓർ ദ തിങ്സ് വി അവോയ്ഡഡ്, അത് ബേസ് ചെയ്തിരിക്കും ഒരാളുടെ ഈ സ്കൂൾ ലൈഫിലെ എക്സ്പീരിയൻസസ്. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് ദ അഡ്മിഷൻസ്, 90% ആണ് കട്ട് ഓഫ് ഫോർ കാറ്റ് ആൻഡ് സാറ്റ്. ആൻഡ് ജിമാറ്റും എടുക്കും. ജിമാറ്റിൽ 700+ ആണ്. ആൻഡ് ഓഫ്ലൈൻ ജിമാറ്റ് കോഴ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ about profiles, I don't think profile is a limitation because I come from a BA English Language and Literature profile. എനിക്ക് 94.something% കാറ്റിനായിരുന്നു എന്റെ സ്കോറ്. വർക്ക് എക്സ് ഉള്ള ഒരുപാട് പേര് എന്റെ കൂടെ ഉണ്ട്. ഒരു 90% ഇൻ സാറ്റ് തൊട്ട് ഒരു 98-99% ഉള്ള സ്റ്റുഡൻസ് വരെ IMT പഠിക്കുന്നുണ്ട്. ആ ഒരു ബ്രോഡ് റേഞ്ചിലുള്ള ആൾക്കാരുണ്ട്. വർക്ക് എക്സ് ആണെങ്കിലും ഫ്രഷേഴ്സ് ഉണ്ട് ഒരുപാട്. അതുപോലെ തന്നെ വർക്ക് എക്സ് ഉള്ള 5 year 6 year വർക്ക് എക്സ് ഉള്ള ആൾക്കാരുണ്ട്. അത് നല്ല നല്ല കമ്പനീസിൽ വർക്ക് എക്സ് ഉള്ള ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ വെരി ഡൈവേഴ്സ് എൻവയോൺമെന്റ്, വെരി ഡൈവേഴ്സ് വർക്ക് എക്സ്. അങ്ങനെ ഒരു ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയതുകൊണ്ട് വരരുത് എന്ന് ഞാൻ പറയത്തില്ല. ഇപ്പൊ എന്റെ DCP ബാച്ചിൽ തന്നെ സിനിമാറ്റോഗ്രഫി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ട്, ഫാർമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ട്. ഇപ്പൊ ഞാൻ ലിറ്ററേച്ചർ ആണ്, ലോയേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചവരുണ്ട്. ഓ ഗ്രേറ്റ്. അപ്പൊ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് ശരിക്കും. അതെ അതെ. സോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാ കണ്ടിരിക്കുന്നവരോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ. നിർമ്മൽ ഇപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഇൻഡെപ്ത് ആയിട്ട്, ഒരിക്കലും ആരും നിങ്ങൾക്ക് ഈ ഒരു ലെവലിലൊന്നും ഒരു കോളേജിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരില്ല. സോ റൈറ്റ് ഫ്രം ഫുഡ്, ഹോസ്റ്റൽസ്, കൾച്ചർ, അല്ലെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്, ബട്ട് ദെൻ ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് ഓപ്ഷൻ. ഐ ഹൈലി റെക്കമെൻഡ്. സോ ഡെഡ് ലൈൻ എന്നാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. വെബ്സൈറ്റിലെ കറക്റ്റ് ഇൻഫർമേഷൻ അവൈലബിൾ അല്ലായിരുന്നു ഞാൻ ചെക്ക് ചെയ്തപ്പോൾ. ബട്ട് ഇറ്റ്സ് ഓപ്പൺ റൈറ്റ് നൗ. സോ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. സ്ട്രൈറ്റ് അവേ അപ്ലൈ. ഇറ്റ്സ് എ ഗ്രേറ്റ് കോളേജ് ടു കൺസിഡർ. ആൻഡ് നിർമ്മൽ, താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ഓൺ കോൾ ആൻഡ് ഷെയറിംഗ് ഓൾ ദി ഡീറ്റെയിൽസ് വിത്ത് us. Have a great day, Nirmal. Yeah, thank you. Bye bye.